ഒരു 3 മാസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി ഇല്ലെങ്കിൽ 4 മാസം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയവർക്കൊക്കെ അത്രയും ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വണ്ടി വാങ്ങി പൈസ അടച്ചതും അത് കഴിഞ്ഞൊരു 4 മാസമായിട്ടും ഇവർ ചോദിക്കുമ്പോഴൊക്കെ CSR ഫണ്ട് റെഡി ആയിട്ടില്ല, വേറെ കുറച്ച് ഇതുണ്ട്, അത് കുറച്ച് ഡിലേ ആവും എന്നുള്ള. മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിലെ പാതിവില തട്ടിപ്പിൽ ഇരകളായ ആളുകൾ കോഴിക്കോട് ബീച്ചിൽ ഒത്തുകൂടി. 40ഓളം വരുന്ന ആളുകളാണ് ബീച്ചിൽ ഒത്തുകൂടിയത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ ഒരുമിച്ച് കൂടിയത്. മലപ്പുറം ജില്ലയിലെ വാഴക്കാട്ടെ സ്വരാജ്, വാവിൽദാർ ലൈബ്രറി, മുണ്ടക്കുളത്തെ KMC, ബാലുശ്ശേരിയിലെ സമഗ്ര തുടങ്ങിയ സംഘടന വഴി പണം നൽകിയവരാണ് ഇവിടെ ഒത്തുകൂടിയത്. 2 വീലറിനും കമ്പ്യൂട്ടറിനും മൊബൈലിനും പണം കൊടുത്തവരാണ് ഇവരിൽ പലരും. സ്വർണം പണയം വെച്ചും ചെറുകിട ലോണുകൾ എടുത്തുമാണ് ഇതിലേക്ക് പണം നിക്ഷേപിച്ചത്. ഇവർ പണം സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ NGO കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റികളിലെ ആളുകൾ രൂപീകരിച്ച വാട്സപ്പ് വഴിയുമാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് എന്നും പറയുന്നുണ്ട്. എൻ്റെ പേര് ഷിജി. ഞാൻ ഇവിടെ കോഴിക്കോട് അശോകപുരത്തു നിന്നാണ് വരുന്നത്. ബേസിക്കലി എറണാകുളം അങ്കമാലിയാണ് വീട്. ഞങ്ങളുടെ മോനൊരു ഭിന്നശേഷി കുട്ടിയാണ്. അവൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭിന്നശേഷി ഗ്രൂപ്പിൽ നിന്നാണ് ഞാനിങ്ങനെ ഈ NGOയുടെ കീഴിലുള്ള 2 വീലർ ഹാഫ് പ്രൈസിന് കൊടുക്കണമെന്നുള്ള ഇത് കണ്ടത്. അത് കണ്ടിട്ട് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഈ പറയുന്ന ഏജൻസി ഹവൽദാർ മെമ്മോറിയൽ ലൈബ്രറി, റഹ്മാൻ മെമ്മോറിയൽ ലൈബ്രറി വാഴക്കാട്, ആ ഒരു ഏജൻസിയുടെ കീഴിലാണ് ഈ പറയുന്ന സ്കൂട്ടർ വിതരണം നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേറൊരു ഏജൻസി വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു പദ്ധതി ഉണ്ട്, പിന്നെ CSR ഫണ്ട് വഴിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്കൊരു വിശ്വാസം വന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിൽ പൈസ കൊടുക്കുന്നത്. ഞാനൊരു 60,000 രൂപ TVSൻ്റെ സ്കൂട്ടറിന് കൊടുത്തത്. അതുപോലെ 56,000ത്തിൻ്റെ സ്കൂട്ടർ കൊടുത്തവരുണ്ട്. അപ്പോൾ നമ്മുടെ ഏജൻസിയിൽ തന്നെ ഒരു 250 കൂടുതൽ അവർ ആ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി അയച്ചു തന്നപ്പോൾ അത്രയും പേരുടെ നിന്ന് അവർ ഇത്രയും പൈസ പിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 മാസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി ഇല്ലെങ്കിൽ 4 മാസം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയവർക്കൊക്കെ അത്രയും ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വണ്ടി വാങ്ങാൻ റെഡി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ്, ഈ ഒരു ഇത് ആഡ് കാണുന്നതും നമ്മൾ ഇതിൽ പോയിട്ട് പൈസ അടച്ചതും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞങ്ങൾ പോലീസ് ആപ്പ് വഴിയും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരാഴ്ചയായിട്ടും യാതൊരുവിധ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് ഇരകൾ പറയുന്നത്. 2 ദിവസം കൂടി കാത്തിരിക്കും, എന്നിട്ടും പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. ബീച്ചിലെ സംഗമം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ മമ്പാടിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ വിവരാവകാശ പ്രവർത്തകൻ അനിൽ ചന്ദ്രോത്ത് മുഖ്യ അതിഥിയായി. ശിവദാസൻ, ശശി മത്തോട്ടം, ഷിജി സ്വരൂപ് എന്നിവരും സംബന്ധിച്ചു. ഒരു 4 മാസമായിട്ടും ഇവർ ചോദിക്കുമ്പോഴൊക്കെ CSR ഫണ്ട് റെഡി ആയിട്ടില്ല, വേറെ കുറച്ച് ഇതുണ്ട്, അത് കുറച്ച് ഡിലേ ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുമ്പോഴാണെങ്കിൽ ഇവർക്ക് തന്നെ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. കാരണം ഈ വണ്ടി വാങ്ങാത്തവരടക്കം ഈ ഗ്രൂപ്പിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ ഈ നാസർ ബാബു എന്ന് പറയുന്ന ആളാണ് ഇത് ഈ വുമൺസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഹവൽദാർ ലൈബ്രറിയുടെ കീഴിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നത്. അതിൽ തന്നെ ഒരു നമ്മൾ 130 പേരിൽ കൂടുതലുണ്ട്. അവരൊരു അഡ്മിനാണ്, പിന്നെ നാസർ ബാബു ആണ് അഡ്മിൻ. അപ്പോൾ നമ്മളിത് ചോദിക്കുമ്പോഴൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് ഡിലേ ഉണ്ടാവും, അങ്ങനെ ഡിലേ ഉണ്ടാവും, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണെങ്കിൽ എങ്ങനെ ഡിലേ ഉണ്ടാവുന്നു, അങ്ങനത്തെ രീതിയിൽ ഡിലേ ഉണ്ടാവും, നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടരുത്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്കെന്തോ ഔദാര്യം ചെയ്തു തരുന്ന പോലെയാണ് ഈ പറയുന്ന ഇവരുടെയൊക്കെ ഇതൊരു പദ്ധതിയുടെ കീഴിൽ നടത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിതിൽ വന്നേക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ രീതിയിലായിരുന്നു അവരുടെ ഒരു റെസ്പോൺസൊക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ലേറ്റ് ആകുമ്പോഴേക്കും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ ഒന്നും ഇവർ റെസ്പോൺസ് ഒന്നും തരികയില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറയാം. അപ്പോൾ ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടപെടുന്നതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ വിളിച്ചേക്കാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ അതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ പറയേണ്ടത് ഇതെന്തോ തട്ടിപ്പാണ്, അല്ലാണ്ട് ഇവർക്ക് ഇത്രയും ലേറ്റ് ആക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഇടപെടാറുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ CSR ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് ഇത്ര നേരത്തെ പൈസ പിരിക്കേണ്ട, അവർക്ക് ആവശ്യമില്ലല്ലോ. CSR ഫണ്ട് കിട്ടിയിട്ടല്ലേ അവർ ഈ പറയുന്ന ഇത്രയും പേരുടെ നിന്ന് പൈസ വാങ്ങേണ്ട ആവശ്യം. ഇവർ അതൊന്നുമല്ല ഇവർ ചെയ്യണേ. ഇവർ എത്ര പേരെ കൂട്ടാൻ പറ്റുമോ അത്രയും പേരെ കൂട്ടി, കാരണം ഇവർക്ക് കമ്മീഷൻ ഉണ്ട്. ഇതിന് നമ്മുടെ നിന്ന് കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട്, അതുകൂടാണ്ട് ഈ പറയുന്ന NGOs ഇവർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഇതിൽ.
അപ്പോൾ അവരങ്ങനത്തെ ചെയ്യുമ്പോൾ അവരത് ഉറപ്പ് വരുത്തണ്ടേ. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ എൻജിഒയുടെ അടുത്ത് പോയിട്ട് ചോദിക്കാനൊന്നും പറ്റുന്നില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. ഇവരിതിന് മുമ്പ് ഇത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേര് ഈ തട്ടിപ്പിൽ പെടില്ലായിരുന്നു. കാരണം പൈസ ഈ പറയുന്ന പൈസ കൊടുത്തിട്ടും വണ്ടി കിട്ടാത്തവർ ഇത്രയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ പിന്നെ ആൾക്കാരെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് സമയത്ത് ഈ അനന്തകൃഷ്ണൻ്റെ പേരിൽ ഒരു കേസ് വന്നിട്ട് അക്കൗണ്ടൊക്കെ ഫ്രീസായി എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഗ്രൂപ്പിൽ ചോദിച്ചു തുടങ്ങി. ആ ഒരു സമയത്ത് ഇവരെന്തെന്ന് വെച്ചാൽ കുറച്ച് സ്കൂട്ടർ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ 250 പേരുടെ ലിസ്റ്റിൽ കൊടുത്തത് ഒരു 59 പേർക്കെന്തോ ഇവർ സ്കൂട്ടർ കൊടുത്തു. അതും കുറേ ഇഷ്യൂ ഉണ്ടാക്കിയ ആൾക്കാർ, അവർ കംപ്ലയിൻറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക്, പിന്നെ ഇവരുടെ കുറച്ച് അറിയണ ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കാണ് ഇവരുടെ സപ്പോർട്ടേഴ്സിനൊക്കെയാണ് ഇവർ വണ്ടി കൊടുത്തത്. അതും മാർച്ചിൽ കൊടുത്താൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഇവർ ഓഗസ്റ്റിൽ അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചവരുടെ നിന്ന് പോലും അവർ പൈസ ഈ പറയുന്ന സ്കൂട്ടർ കൊടുത്തവരുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവരുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു വീഴ്ച തന്നെയാണ് ഈ NGO എന്ന് പറയുന്ന NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഇവരെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞങ്ങൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പോലീസ്, കാരണം ആദ്യം നമുക്കൊരു പോലീസ് കംപ്ലയിൻറ്റ്, നമുക്കൊരു പ്രൂഫ് വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ പോലീസ് കംപ്ലയിൻറ്റിന് വേണ്ടി മൂവ് ചെയ്തു. പോലീസ് കംപ്ലയിൻറ്റിന് വേണ്ടി വാഴക്കാട് പോലീസ് സ്റ്റേഷൻ, അതുപോലെ നമ്മൾ ഈ നമ്മുടെ എല്ലാവരും പല പല സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഏത് ലൊക്കേഷനിലാണോ ഇത് നടന്നത് അവിടെ പോയി കൊടുക്കണം. നമ്മൾ വാഴക്കാടുള്ള ഏജൻസിയിലാണ് ഏൽപ്പിച്ചത്, പക്ഷേ ഇത് ഇടുക്കി മുതൽ കാസർഗോഡുള്ളവർക്ക് ഇവിടെ വന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല. അവർ പരാതി കൊടുക്കാൻ പോകുന്നവരെ ഇപ്പോൾ പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരും ഇഷ്യൂ ആക്കുമെന്ന് കണ്ടപ്പോൾ അവർ പരാതി വാങ്ങിച്ചു വെച്ചു, റെസിപ്റ്റ് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഓൺലൈൻ പരാതി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഓൺലൈൻ പരാതി എടുക്കാനുള്ള ഓപ്ഷനിലുള്ളതുകൊണ്ട് ആപ്പ് വഴി നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് റെസിപ്റ്റ് നമ്പറൊക്കെ കിട്ടും. എന്നിട്ടൊരു CPO പ്രദീപ് എന്ന് പറഞ്ഞ ആൾക്ക് വാഴക്കാടുള്ള CPO അസൈൻ ചെയ്തതെന്നുകൊണ്ട് മെസ്സേജൊക്കെ വന്നു. എന്നാൽ 24 hours കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ട് 1 week കഴിഞ്ഞു. ഇത്രയും നാളായിട്ടും ഒരു തരത്തിലുള്ള അവർ ഫോൺ വിളിക്കുകയോ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ FIR ഇതാക്കാൻ അവരൊന്നും തയ്യാറിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ഇരകളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ സാറ്, അതുപോലെ ശിവാനന്ദൻ സാറ്, അവരൊക്കെ കൂടിയുള്ളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടിയത്. അതിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കൂട്ടായ്മ കാലിക്കറ്റ് കടപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി കൂടിയത്. അപ്പോൾ നമ്മളൊരു 50 പേരുടെ അടുത്ത് നമ്മളിവിടെ കൂടിയിട്ടുണ്ട്. പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ പറഞ്ഞ മാതിരി കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ളവർ നമ്മുടെ ഒരു കൂട്ടായ്മ ഇതിലുണ്ട്. പക്ഷേ എല്ലാവർക്കും വരാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിപ്പോൾ ഒരു ഏജൻസി മാത്രമല്ല, നമ്മളൊരു 3-4 ഏജൻസികളിൽ പണം നഷ്ടപ്പെട്ടവർ ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. അപ്പം നമ്മളുടെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലീസ് കേസ് എടുക്കാൻ റെഡിയാവുമെന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും. പോലീസ് കേസ് എടുക്കാൻ റെഡിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിയമ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി വഴി നമ്മൾ കേസ് മൂവ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ